ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ദീപം ദീപം ദീപം. ഭഗവാനെ, എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തണേ. ആർക്കും ഒരു ദോഷം ഉണ്ടാവരുതേ. ഈശ്വര, ഇത് കൃഷ്ണമോൾക്ക് ശാപം കിട്ടുന്നതിന്റെ സൂചനയാണോ? നാഗദൈവങ്ങളെ, വീണ്ടും പരീക്ഷണം തുടങ്ങിയോ? വ്രതശുദ്ധി തെറ്റിക്കാതെ നിങ്ങൾക്ക് വേണ്ടി പൂജ നടത്തുന്ന കുട്ടിയാ. അവളെ അനുഗ്രഹിക്കണേ നാഗദൈവങ്ങളെ. മോളെ, ഇങ്ങ് വന്നേ. പേടിക്കണ്ടോ, വ്രതത്തിന് തടസ്സമുള്ള ഒരു കാര്യമില്ല. താനിങ്ങോട്ട് വാ. നവീനെ, നീ കളിയാക്കൊന്നും വേണ്ട. മേഡം, ഞങ്ങളുടെ ഡിസ്കഷൻ എന്താണെന്നറിയോ? നവീൻ സാറിന്റെ നാളത്തെ ബർത്ത്ഡേ കുറിച്ചാ. സംഗതി സിമ്പിൾ ആയിട്ടാണ് നടത്തുന്നത്, പക്ഷെ ഐഡിയാസ് ക്ഷണിക്കുന്നുണ്ട്. മാഡത്തിന് വേണ്ടി പങ്കെടുക്കാതെ. ഞാനെന്ത് പറയാനേ മാണിക്കുഞ്ഞെ? അങ്ങനൊന്നും പറഞ്ഞു ഒഴിയാൻ നോക്കണ്ട. താൻ ഏതെങ്കിലും ഒരു ഐഡിയ പറഞ്ഞ അതിലൊരു ലോയൽറ്റി ഉണ്ടാവും. ദാറ്റ് ഐ ലൈക്ക്. നമ്മുടെ വീട്ടിൽ ഒതുങ്ങുന്ന ചടങ്ങല്ലേ, അതിനിപ്പോ പ്രത്യേകിച്ച് എന്ത് തീരുമാനം എടുക്കാനോ? ആ ഗാഥാമ്മയുടെ ആ പറഞ്ഞാലും കാര്യമുണ്ട്. നമ്മളൊരു ഇവന്റ് പ്ലാൻ ചെയ്യുമ്പോ അത് കൊടുക്കുമ്പോ അതിനൊരു കെട്ടുമട്ടും ഒക്കെ വേണ്ടേ സാറേ? ഓക്കെ, ഒന്നുകിൽ സാറിന്റെ അടുത്ത ബർത്ത്ഡേ, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരുടെയും വിവാഹ വാർഷികം. നമുക്ക് പൂർണ്ണമായിട്ടും ഗാഥമാടത്തിന്റെ ഡിസൈനിൽ നടത്തി കളയാന്നേ. എന്താ? ഓക്കെ, അല്ലെങ്കിൽ ഞാൻ എന്റെ ജീവിതത്തിലെ എല്ലാ ആഘോഷങ്ങളും ഗാഥയുടെ തീരുമാനത്തിന് വിടാന്നാ വിചാരിക്കുന്നത്. എന്റെ അമ്മേ, സത്യത്തിലേ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴേ ഒരു അമ്മായിയമ്മയ്ക്ക് ചെറിയ കുശുമ്പൊക്കെ തോന്നേണ്ടതാ. എന്നാലേ ഒരു കുടുംബത്തിൽ ഒരു എരിച്ചിലും പോച്ചിലും ഒക്കെ ഉണ്ടാവുള്ളൂ. നീ പോടാ അവിടുന്ന്. അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ തോന്നണമെങ്കില് ഇവളെ ഞാൻ മരുമകളായിട്ട് കണ്ടിട്ട് വേണ്ടേ? ഇവളെന്റെ മോളാ. അപ്പൊ തീർന്നല്ലോ പ്രശ്നം. നന്ദേട്ടാ, നാളത്തെ ബർത്ത്ഡേയുടെ കാര്യങ്ങളാ എല്ലാവരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മാണിക്കുഞ്ഞെ, താൻ രാവിലെ തന്നെ ചെയ്യേണ്ടത് എന്താണെന്നറിയോ?